അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വർഷം പൊതുപരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുക്കുന്ന 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ 2025 നടന്ന താരീഖ് അഥവാ 2025 നടന്ന പൊതുപരീക്ഷയിലെ താരീഖ് ചോദ്യപേപ്പർ നമുക്കൊന്ന് ഇവിടെ വിശകലനം ചെയ്യാം. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നിൽക്കുക. നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടാൻ വളരെ എളുപ്പമുള്ള വഴിയാണിത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം പാർട്ട് 1 പറയുന്നത് ശരിയായ ഉത്തരത്തിന് നേരെ ശരി എന്ന് രേഖപ്പെടുത്താനാണ്. അപ്പോൾ ഈ ചാനലിൽ നിങ്ങൾക്ക് വരുന്ന ഈ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഇനി അടുത്ത ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. വളരെ പെട്ടെന്ന് നിങ്ങളെ കൈകളിലേക്ക് അതെത്തും. ഒന്നാമത്തെ ചോദ്യം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണെന്ന്. അപ്പോൾ കൂഫ എന്നുള്ളത് ടിക്ക് ചെയ്ത് വെച്ചേക്കാം. അലി റളിയല്ലാഹുവിൻ്റെ ഖബർ കൂഫയിൽ. ഇസ്ലാം സ്വീകരിക്കുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് 15 ടിക്ക് ചെയ്യാം. മമ്പുറം തങ്ങൾ വഫാത്തായത് മുഹറം മാസത്തിലാണ്, മുഹറം 7. അപ്പോൾ അത് ടിക്ക് ചെയ്തേക്കാം. പിന്നെ ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലത്തിന് ടിക്ക് ചെയ്തേക്കാം. അതെവിടെയാണ്? ഹിജ്റയിൽ. പിന്നെ ഈ സ്ഥലത്തിലല്ല, ഏതാണെന്ന ഹിജ്റ 3-ാം വർഷത്തിലാണ്. അപ്പോൾ അതിന് ടിക്ക് ചെയ്തേക്കാം, ഹിജ്റ 3-ാം വർഷം. നബിയോട് രൂപസാദൃശ്യമുള്ളവർ ആരൊക്കെയായിരുന്നു എന്നാ? ഹുസൈൻ റളിയല്ലാഹു അൻഹു. അത് ടിക്ക് ചെയ്തേക്കാം. ഇനി ഖാദി മുഹമ്മദ് എന്നവരുടെ ഖബർ എവിടെയാണെന്നാ? കുറ്റിച്ചിറയിലാണ്. അപ്പോൾ അതിന് ടിക്ക് ചെയ്യാം. ഇസ്ലാമിൽ 3-ാമതായി പ്രവേശിച്ച ആൾ സഅദ് റളിയല്ലാഹു അൻഹു. അത് ടിക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇതാണ് ഇതിൽ ഉത്തരത്തിന് ടിക്ക് ചെയ്യാനായിരുന്നു ഒന്നാമത്തെ പാർട്ട്. അപ്പോൾ ഇതുപോലെ വൺ വേർഡ് ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഒരുപാട് പഠിച്ചു വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇനി യോജിപ്പിക്കാനാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്: എഹ്കാമു നിക്കാഹി, അതൊരു ഗ്രന്ഥത്തിൻ്റെ പേരാണ്. പുത്തനാശയക്കാർ, ധർമ്മടം, സുബൈർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അംർ ബിൻ ജർമൂസ്, അശറത്തുൽ മുബശ്ശറ. ഇനി അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടമായിരുന്നു. അപ്പോൾ അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം ധർമ്മടം. ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ആരാണെന്ന് അതാണ് പൂരിപ്പിക്കേണ്ടത്. സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാദ നിസ്കാരത്തിന് നേതൃത്വം നൽകി ആരാണെന്ന് കിട്ടേണ്ടത്, പൂരിപ്പിക്കേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബ്രാക്കറ്റിലുണ്ട്. ഇനി മഖ്ദൂം രണ്ടാമൻ രചിച്ചു. ഏതാണ് ഗ്രന്ഥം? എഹ്കാമുൻ നിക്കാഹി. അതുപോലെ മദ്ഹബുകൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞവർ, മദ്ഹബൊക്കെ ഞങ്ങളത് തന്നെയാണ് എന്ന് പറഞ്ഞത്, അത് പുത്തനാശയക്കാർ. ഞങ്ങളെന്നെ മദ്ഹബാണ്, അവർ സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാരാണ്? അശറത്തുൽ മുബശ്ശറ. പിന്നെ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ, കൊലപാതകി അംർ ബിൻ ജർമൂസ്. ഇനി രചയിതാക്കളുടെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ താരീഖിൽ ഒരുപാട് ഗ്രന്ഥരചയിതാക്കളെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഓരോ പണ്ഡിതന്മാരുടെയും. അപ്പോൾ ഓരോ രചനകളും ഓരോ പുസ്തകങ്ങളും ആരാണ് രചിച്ചത് എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. മുഹിയുദ്ദീൻ മാല രചിച്ചത് ആരാണെന്ന്? ഖാദി മുഹമ്മദ്. സ്വല്ലല്ലാഹു ബൈത്ത് രചിച്ചത് ആരാണ്? വെളിയങ്കോട് ഉമർ ഖാദി. സിഹാഹു ഷെയ്ഖൈനി രചിച്ചത് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി. ഫതുഹുൽ മൊയ്ൻ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ റളിയല്ലാഹു അൻഹു. കിതാബുൽ അദ്കിയ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹിം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് മനസ്സ് കൊടുത്താൽ നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് കിട്ടും. ഇനി പൂർത്തിയാക്കാം. ഇവിടെ പൂർണ്ണമാക്കാനാണ് വിട്ടുപോയിട്ടുണ്ട്. റഈസ് ഡാഷ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതിൻ്റെ ഇടയ്ക്കൊരു പദം റഈസുൽ മുഹക്കിക്കീൻ, അൽ മുഹക്കിക്കീൻ എന്ന പദമാണ് അവിടെ വിട്ടുപോയത്. ഇതുപോലെ നമ്മൾ ഓരോ പാഠങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ വരികൾക്കിടയിലുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. 2 ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ
ഡാഷ് പൂരിപ്പിക്കണം. 4-ാം വർഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ ഡാഷ് ജന്നത്തുൽ ബക്കീയിലാണ്. അപ്പോൾ ജന്നത്തുൽ ബക്കീ. മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ AR നഗർ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് എപ്പോഴായിരുന്നു എന്നാ അത് പൂരിപ്പിച്ചു കൊടുക്കണം നമ്മൾ. ഉഹദ് യുദ്ധത്തിൽ. തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നൽകിയത് എന്തായിരുന്നെന്നാ 200 ഊക്കിയ സ്വർണം. ഫതുൽ മൊഴീൻ ഇആനത്തു ത്വാലിബീൻ എന്ന ഷറഹെഴുതി. ഫതുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന് ഇആനത്തു ത്വാലിബീൻ എന്ന വ്യാഖ്യാനം എഴുതി കൊടുത്തത് ആരാണ്? വ്യാഖ്യാനം എഴുതിയത് സയ്യിദ് അബൂബക്കറിനിൽ ബക്കിരി. ഇനി ഉത്തരം എഴുതാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹു ഫഅഹിബ്ബു. അല്ലാഹുവേ, ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു, അങ്ങും അവരെ ഇഷ്ടപ്പെടണം. ആരാണ് ഈ കുട്ടി? ഹസൻ റളിയല്ലാഹു അൻഹു. മുശ്രിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയത് ആരാണ്? അബൂ ഉബൈദ. മരണപ്പെടുമ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയായിരുന്നു? 64. റിഹ്ലത്തുൽ മുലൂക്ക് രചിച്ചതാര്? ഇമാം സുഹ്റവർദി. അപ്പോൾ ഓരോരുത്തരുടെ പേരുകൾ, അവരുടെ വയസ്സ്, പിന്നെ അവർ രചിച്ച ഗ്രന്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കൽ അനിവാര്യമാണ് കേട്ടോ. പിന്നെ ഭരണതലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫ ആരാണ്? അലി റളിയല്ലാഹു അൻഹു. വ്യക്തമാക്കുക. അമീനു ആദിഹിൽ ഉമ്മ, ഇത് ആരെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ബാഅലവി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ്? ബാഅലവി ആരുടെ കുടുംബ പരമ്പരയാണ്? നബി തങ്ങളുടെ 11ാമത്തെ പേരമകനായ അലവി, അവരുടെ കുടുംബ പരമ്പരയാണ്. അലവി ഇബ്നു ഉബൈദില്ല. ഇനി കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണെന്നാ? യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് ഇത് കർബല സ്ഥിതി ചെയ്യുന്നത്. അശറത്തുൽ മുബശ്ശിരീൻ, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിലെ അതിൽ ആദ്യത്തെ 4 ആളുകളുടെ പേരുകൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. ഇനി അടുത്തത് പട്ടിക പൂർത്തിയാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്നത് നാമം അഥവാ നെയിം, പേര്, പിന്നെ പിതാവ് ആരാണെന്ന് എഴുതുക, പിന്നെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് എഴുതുക. അപ്പോൾ നാമം, പേര്. അപ്പോൾ ഇതിലിപ്പോൾ മുഴുവനായിട്ട് നമ്മൾ പറയാണ്. ചിലതിൽ പേര് കൊടുത്തിക്കണ്, എന്ത് കൊടുത്തിട്ടില്ല? പിന്നെ പിതാവിൻ്റെ പേര് കൊടുത്തിട്ടില്ല, ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊടുത്തിട്ടില്ല. പിന്നെ പേരുകൾ മാത്രം കൊടുത്തു വെച്ചു, പിതാവോ അല്ലെങ്കിൽ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമോ കൊടുത്തിട്ടില്ല. നമ്മളിത് മുഴുവനായിട്ട് പറയാണ്. ഷംസുൽ ഉലമയുടെ ഉപ്പാൻ്റെ പേര് കോയക്കുട്ടി മുസ്ലിയാർ. ഖബർ സ്ഥിതി ചെയ്യുന്നത് പുതിയങ്ങാടിയിൽ. അബ്ദുൽ ബാരി മുസ്ലിയാർ, ആ മഹാൻ്റെ ഖബർ സ്ഥിതി, പിന്നെ ഉപ്പാൻ്റെ പേര് അഷേഖ് അഹമ്മദ്. ഖബർ സ്ഥിതി ചെയ്യുന്നത് വാളക്കുളം. മൗലാന മുഹമ്മദ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ പിന്നെ ഉപ്പാൻ്റെ പേര് അഹമ്മദ്. ഖബർ സ്ഥിതി ചെയ്യുന്നത് ചൊക്ലിയിലാണ്. വളരെ നല്ല ഒരു ചോദ്യപേപ്പറാണിത്. ഇത് നിങ്ങൾ വളരെ വ്യക്തതയോടുകൂടി കേൾക്കുക, എന്നാൽ നിങ്ങൾക്ക് ടോപ്പ് പ്ലസ് നേടാൻ കഴിയും.